തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധി മരവിപ്പിക്കണമെന്ന ആവശ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആന്റണി രാജുവിന്റെ അടുത്ത നീക്കം. സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി, MLA ആയി തിരികെ എത്തുക, പിന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുക. ഇങ്ങനെ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ ഒരുപിടി മോഹങ്ങൾക്കാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിലങ്ങിട്ടത്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കാൻ മേൽക്കോടതി തയ്യാറായില്ല. അതേസമയം ആന്റണി രാജുവിന്റെ അപ്പീലിൽ ഏപ്രിൽ 6-ന് കോടതി വിശദമായ വാദം കേൾക്കും. അതേസമയം അനുകൂല വിധിക്കായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആന്റണി രാജുവിന്റെ തീരുമാനം. 3 വർഷത്തേക്കാണ് ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ശിക്ഷ ലഭിച്ച കാലയളവിന്റെ ഇരട്ടിക്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. അതായത് 6 വർഷത്തേക്കാണ് ആന്റണി രാജുവിന്റെ വിലക്ക്. അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലിൽ കൃത്രിമത്വം നടത്തിയ കേസിലാണ് ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 60 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ പിടിയിലായത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കടത്തിയത്. കോടതി ജീവനക്കാരന്റെ സഹായത്തോടെ ഈ അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടത്തിയാണ് ആന്റണി രാജു പ്രതിയെ രക്ഷപ്പെടുത്തിയത്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത 6 വർഷങ്ങൾ ആന്റണി രാജു എന്ന മുൻമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടം അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. VSNU ന്യൂസ് മലയാളം, തിരുവനന്തപുരം.